ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ പിൻവീൽ സമോസയാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് മൈദ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് മൈദൻ്റെ കണക്കാണ് പറയുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുമ്പോൾ തന്നെ സാധാ നോർമൽ വാട്ടറിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ ഡോ തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഡോ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം വലുപ്പത്തിൽ 2 പൊട്ടാറ്റോ ഇതുപോലെ വേവിച്ചിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് ബീഫ് എടുത്ത് വേവിച്ചതാട്ടത്, ഏകദേശം 150 ഗ്രാമോളം ഉണ്ടാവും. അത് നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഇതുപോലെ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബീഫ് വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ ബീഫിലേക്ക് ഇടുന്ന എല്ലാ പൊടികളിട്ട് വേവിച്ചെടുത്തതാട്ടോ. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ബീഫ് ഇടുമ്പോൾ എരിവൊക്കെ നോക്കിയിട്ട് വേണം പിന്നെ ഇതിലേക്ക് പെപ്പർ പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ബീഫ് വേവിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം എരിവുണ്ടെങ്കിൽ പിന്നെ ഇതിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, അതുപോലെ കുഴച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മൾ ചെയ്തെടുക്കുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഡോ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ വലിയ ഒരൊറ്റ ഡോ ഒറ്റ ചപ്പാത്തിയാക്കിയിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ വലിയൊരു ചപ്പാത്തിയാക്കി നമുക്ക് പരത്തിയെടുക്കാം. ഞാനിവിടെ ചപ്പാത്തി ഇവിടെ നന്നാക്കി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഇതിന് മേലെ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തുനിന്ന് ഇതുപോലെ ആക്കിയെടുക്കുക കേട്ടോ. ഇനി നമുക്കിത് എല്ലാ ഭാഗത്തും ഒരേ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചപ്പാത്തി റോളർ ഉണ്ടല്ലോ, അതെടുത്തിട്ട് അതുപോലെ കുറച്ചൊന്ന് ഓയിലാക്കിയതിന് ശേഷം നമുക്കതൊന്ന് റോളൊന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തും നമുക്കൊന്ന് ലെവലായി കിട്ടും. ഇനി ചപ്പാത്തിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന അതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. നമുക്കിതുപോലെ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പം എല്ലാ ഭാഗത്തും ഒന്ന് ഏകദേശം ലെവലായി കിട്ടും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അടിയിൽ കുറച്ചൊന്ന് മൈദ തൂവി കൊടുത്താൽ അടിഭാഗം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ പറ്റും. എന്നിട്ട് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. ഞാനത് ചെയ്യാൻ വിട്ടുപോയി, പിന്നെയാണ് ചെയ്തെടുത്തത്. ഇതുപോലെ ഒന്ന് മൈദ അടിയിൽ തൂവിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടിഭാഗം കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ഷേപ്പാക്കി എടുത്താൽ മതി.
ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം, ഇതൊന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കുക. ഒരു ബൗളിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അപ്പം ബാറ്റർ കുറച്ച് ലൂസുള്ള കൺസിസ്റ്റൻസിലായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതിനായിട്ടൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഈ ഒരു കൺസിസ്റ്റൻസിലായിരിക്കണം നമുക്കുള്ള ബാറ്റർ തയ്യാറാക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതുപോലെ ഈ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിതൊരു ഭാഗമായതിനു ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പിൻവീൽ സമോസകൾ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓയിലിൽ നിന്നും അത് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പി കൂടിയായിട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും ഈസിയാണ്. ഇതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കാനും എളുപ്പമാണ്. നമുക്ക് ഈസി ആയിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു സ്നാക്സ് കൂടിയായിട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.